രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? അതിൽ ഒന്നാമത്തേത് കുതിർത്ത ബദാമാണ്. ബദാമിൽ ധാരാളമായി ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം മുതലായവ അടങ്ങിയിരിക്കുന്നു. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ബദാം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിന് ഊർജം ലഭിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. രണ്ടാമത്തേത് പപ്പായയാണ്. പപ്പായയിൽ ധാരാളമായി ദഹനത്തെ സഹായിക്കുന്ന എൻസൈമായ പപ്പൈൻ അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും മലബന്ധത്തെ കുറയ്ക്കുകയും ചെയ്യും. ഇത് ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഇതിൽ കലോറി വളരെ കുറവ് മാത്രം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഇത്. മൂന്നാമത്തേത് ഉണക്കമുന്തിരിയാണ്. ഇതിൽ വൈറ്റമിനുകളും ധാതുക്കളും നാരുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. തലേന്ന് കുതിർത്ത ഉണക്കമുന്തിരി രാവിലെ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ ലഘൂകരിക്കാനും സഹായിക്കും. കൂടാതെ ഇത് ശരീരത്തിന് തൽക്ഷണമായി ഊർജ്ജം നൽകുകയും തദ്വാര പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൂടാതെ വിളർച്ച തടയാൻ സഹായിക്കുന്ന ഇരുമ്പും ധാരാളമായി ഇതിൽ അടങ്ങിയിരിക്കുന്നു. നാലാമത്തേത് വാഴപ്പഴമാണ്. വാഴപ്പഴത്തിൽ ഊർജ്ജം ധാരാളമായി നൽകുന്ന കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, വൈറ്റമിനുകൾ ഇവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കുന്നത് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകാൻ സഹായിക്കുകയും വയറ് പൂർണ്ണമായി നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത് ദഹനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത് നെയ്യാണ്. രാവിലെ വെറും വയറ്റിൽ 1 സ്പൂൺ നെയ്യ് കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും കൂടാതെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും മലബന്ധത്തെ ലഘൂകരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത് ശരീരത്തിന് ധാരാളമായി ഊർജ്ജം നൽകുകയും ശരീരത്തിലെ സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ 5 ഭക്ഷണങ്ങൾ സ്ഥിരമായി വെറും വയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡായി കഴിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യം, ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം, ജോയിന്റുകളുടെ ആരോഗ്യം, മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ക്ഷേമം ഇവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും.